ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് മമ്മൂക്ക എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയായിരുന്നു, നാളെ ഇങ്ങനെ നടത്തായിരുന്ന ഫംഗ്ഷൻ ഞാൻ മമ്മൂക്കനെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ മമ്മൂക്ക വരണ്ട, നാളെ എബ്രഹാം അസലിൻ്റെ ഫംഗ്ഷൻ ഇല്ല, എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ, അയ്യോ ഞാനും കണ്ടു കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒന്ന് പേപ്പറിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞങ്ങളിങ്ങനെ അതിന് വേണ്ടി വെച്ചിരുന്ന 5 ലക്ഷം രൂപ അതിന് വേണ്ടി കൊടുക്കുകയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ എന്ത് കാരണം കൊണ്ടാണ് പശുക്കൾ പോയതെന്നൊക്കെ. ഇത്രയും നേരം എൻ്റെ അടുത്ത് വരുമ്പോൾ പുള്ളിയായിരുന്നു ഫോണിൽ, മമ്മൂട്ടി ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ 2 പശുക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ എത്ര രൂപയാവും എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു 50,000 രൂപ ഒരു പശുവിനാവും, 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 പശുക്കൾ എൻ്റെ വക കൊടുത്തേക്കണം, ഞാനിപ്പോൾ ഒരു ആൾ വഴി തൊടുപുഴയിൽ നിന്ന് പൈസ കൊടുത്തയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ അവരിവിടെ എത്തിക്കും കേട്ടോ. മമ്മൂട്ടി ഞാനൊരു 1 ലക്ഷം രൂപ കൊടുത്തയച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ നല്ല മനസ്സിൽ എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് എത്രയോ 100 കണക്കിന് പശുക്കളൊരു വലിയ ആലയം പണിതെടുക്കാൻ പറ്റും. നോക്കിയോ, അത് 2024 സാധിക്കും. പൃഥ്വിരാജ് നാളെ ഈ ഫംഗ്ഷന് വേണ്ടി വരായിരുന്നതാണ്, അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തിട്ട് 2 ലക്ഷം രൂപ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. ആര് വെച്ചെങ്കിൽ ഇന്ന് തന്നെ കൊടുത്തയക്കത്. നല്ല മനസ്സുകൾക്ക് ഒരുപാട് സന്തോഷം. ഇത് എന്നിലൂടെ ഇവിടെ വന്ന് തരാൻ കഴിഞ്ഞ എനിക്ക് ഏറ്റവും വലിയ മഹാഭാഗ്യം. ഹായ്, ഹലോ ചങ്ങാതിമാരെ. പുതുവത്സരത്തെ സ്വാഗതം ചെയ്തത് തന്നെ 2 സഹോദരങ്ങളുടെ സങ്കട വാർത്ത കേട്ട് തന്നെയാണ്. അതെ, 2 സഹോദരങ്ങളുടെ 13 പശുക്കൾ, അവർ പോറ്റി വളർത്തിയ 13 പശുക്കൾ ചത്തു വീണ വാർത്ത കേട്ട് തന്നെയാണ് പുതുവത്സരത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. പിന്നീട് അവർക്ക് ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് 2ാമത്തെ ദിവസം അതിലേറെ സന്തോഷമുള്ള വാർത്തയും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയെന്ന് വെച്ചാൽ, എന്താണ് ആ പശുക്കൾ മരിച്ചതെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്ന് അറിയാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും ഞാൻ അറിയില്ല. പകരം സൈനൈഡിന്റെ അംശം അവർ കഴിച്ച ആഹാരത്തിലെ പച്ചിലയിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതേപോലെ തന്നെ ജയറാമിനും ഇതുപോലെയുള്ള കുറച്ച് അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ പശുക്കളിലും സംഭവിച്ചു. 10-21 പശുക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലും ഇതേ അവസ്ഥയിൽ അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചത്തു വീണ കാര്യങ്ങളും ഒക്കെ ജയറാമും പറഞ്ഞ് നമുക്ക് കേൾക്കാൻ ഇടയുണ്ടായിരുന്നു. എന്താണ് ആ വാർത്ത എന്ന് കേട്ടിട്ടില്ലെങ്കിൽ ആ വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം. ആ സഹോദരങ്ങളുടെ സങ്കടത്തെക്കുറിച്ച് ഒന്നുകൂടി വിളിച്ചറിയിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും അത് കേൾപ്പിക്കുകയല്ല, പകരം എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് നമ്മൾ അറിയണം. അതിനെ കൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ പശുക്കൾക്ക് എന്താണ് പുതുവത്സര ദിനത്തിൽ നമ്മൾ ആദ്യം തന്നെ കേൾക്കാൻ കഴിഞ്ഞ ആ വാർത്ത എന്ന് നമുക്ക് കേട്ടു നോക്കാം. തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ ചത്ത സംഭവത്തിൽ കുട്ടി കർഷകരായ സഹോദരങ്ങളെ വിളിച്ച് മന്ത്രി ജെ ചിഞ്ചുറാണി ഇളയ സഹോദരൻ മാത്യുവിനെ വിളിച്ചാണ് മുഴുവൻ സഹായങ്ങളും വാഗ്ദാനം ചെയ്തത്. പശുക്കൾ ചത്തതോടെ മാനസിക സമ്മർദ്ദത്തിലായ മാത്യു ഇപ്പോൾ ആശുപത്രിയിലാണ്. മികച്ച കുട്ടി കർഷകനുള്ള അവാർഡ് മാത്യുവിനെ തേടിയെത്തിയത് 2021 കൂടുതൽ വിവരങ്ങളുമായി ജെയ്സൺ ഉണ്ട്. ജെയ്സൺ, 2 കുട്ടികൾ മികച്ച രീതിയിൽ കൊണ്ടുപോയിരുന്നൊരു ഫാമാണ്. അതിൽ നേരത്തെ ഇവർ തന്നെ നടത്തിയ പ്രതികരണത്തിൽ വലിയ തുക ചിലവാകുന്നതുകൊണ്ട് പശുക്കൾക്ക് ഇൻഷുറൻസ് എടുത്തിരുന്നതുമില്ല. ഇപ്പോൾ മന്ത്രി വിളിച്ച് കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് എന്താണ്? നിമ്മി, വരുന്ന ദിവസങ്ങളിൽ അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇതുതന്നെയാണ്. ഒരുപാട് തുകകൾ ഇപ്പോൾ പശുക്കൾ ചത്തതോടെ വലിയ നഷ്ടമുണ്ടാകുന്നുണ്ട്. ആ വലിയ തുക ചെലവാകുന്നതിനാൽ ഇൻഷുറൻസ് പ്രീമിയം ഒന്നും എടുത്തിരുന്നില്ല. അതുകൊണ്ട് ഒരു ഉപജീവനം എങ്ങനെയാണ്, അതിജീവനം എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചുള്ള അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും കുട്ടികളും അമ്മയും മന്ത്രിയോട് സംസാരിച്ച. മന്ത്രി പൂർണ്ണമായും എന്തൊക്കെ സഹായം ചെയ്യാവുന്ന സഹായങ്ങളും എല്ലാം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാത്യുവിൻ്റെ നില ഇപ്പോൾ തൃപ്തികരമാണ്. ഇന്നലെ രാത്രി 11 മണിയോടെ പശുക്കൾ ചത്തു വീഴുന്നത് കണ്ട് ബോധരഹിതനായ മാത്യുവിനെ രാത്രി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മാത്യു ഇപ്പോഴും ഇടയ്ക്ക് മയക്കത്തിലാകുന്നുണ്ട്. പക്ഷേ അപകടനിലയെല്ലാം തരണം ചെയ്തു എന്നാണ് ആശുപത്രി പറയുന്നത്. ജോർജ് കുട്ടി, മൂത്ത സഹോദരൻ ജോർജ് കുട്ടിയാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. വീട്ടിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. 5 പശുക്കളുടെ നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. വെറ്റിനറി ഡോക്ടർമാരൊക്കെ എത്തി ചികിത്സകൾ നൽകുന്നുണ്ട്. ഇതിൽ 2 ആരോഗ്യം തൃപ്തികരമായി വരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 9 മണിയോടെ കപ്പത്തണ്ട് നൽകിയെന്ന് ജോർജ് കുട്ടി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ഇതാണ് കപ്പത്തണ്ടിൻ്റെ കട്ടോ വിഷാംശമോ ആകാം ഒരുപക്ഷെ ഈ അപകടത്തിന് കാരണം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളത്. എങ്കിലും കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇതിൽ എന്നതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ സാധിക്കൂ. ഏതായാലും പൂർണ്ണമായും നടപടികൾ പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പരിപൂർണ്ണ സഹായം നൽകാൻ ഉള്ള തീരുമാനത്തിലാണ് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ ഉള്ളത്. അവിടെയുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ ഇപ്പോൾ ജീവിതം ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാത്ത 2 സഹോദരങ്ങൾക്കും ഒരുപാട് സഹായങ്ങളാണ് എത്തുക. ലുലു ഗ്രൂപ്പിൻ്റെ എത്തിയുണ്ട്, പിന്നെ മറ്റേ നമ്മുടെ ഈ കോമഡി സ്റ്റാറിലൊക്കെ
പുതിയതായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ട സുധിച്ചേട്ടന് വീടൊക്കെ അനുവദിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ ടീമുകളുടെ കുറച്ച് സഹായങ്ങളെത്തുണ്ട്. പിന്നെ അവിടെ അടുത്തുള്ള കോളേജുകളുടെ സഹായങ്ങളെത്തുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ നിന്നിട്ടും പിന്നെ സർക്കാരിൻ്റെ നിന്നിട്ടും ഒക്കെ ഒരുപാട് സഹായങ്ങൾ ഇന്ന് ഈ കുട്ടി കർഷകർക്ക് എത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡൊക്കെ നേടിയതാണ് ക്ഷീരകർഷകനുള്ള ഈ കുട്ടി തന്നെയാണ്. അപ്പം അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ട ഈ നഷ്ടത്തേക്കാൾ വലുതല്ല കിട്ടുന്ന സഹായങ്ങളൊന്നും. കാരണം എന്ന് വെച്ചാൽ അവർ തന്നെ പോറ്റി വളർത്തിയ പശുക്കളാണ് കൺമുന്നിൽ തന്നെ ചത്തു വീഴുന്ന കാഴ്ച അവർ കണ്ടത്. അതുകൊണ്ട് തന്നെ അതിനോളം വില വരിയില്ലെങ്കിൽ പോലും അവർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഇന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പശുക്കളെ വളർത്താനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സഹായങ്ങളൊക്കെ അവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ടപ്പോഴും വളരെ സന്തോഷമായി. പുതുവത്സര ദിനത്തിൽ ആദ്യം ഒരു സങ്കടമുള്ള വാർത്ത കേട്ടെങ്കിൽ പോലും അടുത്ത ദിവസം നല്ലൊരു സന്തോഷമുള്ള ഒരു വാർത്ത കേട്ടതിൻ്റെ ഒരു തൃപ്തിയും കൂടി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ജയറാം ഒരു സിനിമയുടെ ട്രെയിലറിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നു. എന്നിട്ട് പകരം ഈ വിഷയം കേട്ട് കഴിഞ്ഞപ്പോൾ തനിക്കും ഉണ്ടായ സങ്കടവും താൻ അനുഭവിച്ച ആ സങ്കടമൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ കുട്ടി കർഷകനായ മാത്യുവിനെ അതിൻ്റെ ചേട്ടനൊക്കെ കാണാൻ വേണ്ടി, ജോർജ് കുട്ടി എന്ന് തോന്നുന്നു ചേട്ടൻ്റെ പേര്, അദ്ദേഹത്തിന് കൂടി കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ചെയ്തിരുന്നു. പിന്നെ അതേപോലെ തന്നെ സഹായങ്ങൾ പറയുക മാത്രമല്ല ആ സഹായങ്ങൾ കൈയോടെ തന്നെ നൽകുകയും ജയറാം ചെയ്തിട്ടുണ്ട്. ആ ഒരു ചെറിയ ക്ലിപ്പും കൂടി നമുക്ക് കാണാം. പിന്നെ ഒരുപാട് പേര് കേട്ടോ, സർക്കാർ മന്ത്രിയും അവർ പഞ്ചായത്തിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങളുണ്ട്. എല്ലാം കൂടി കാണിക്കാൻ സമയം കിട്ടുന്നില്ലാത്തതുകൊണ്ട് തന്നെ ആ ജയറാം പറയുന്ന കാര്യങ്ങളും പിന്നെ ജയറാമിൻ്റെ സഹായങ്ങളും പിന്നെ ജയറാം ഈ പശുക്കൾ എടുക്കാൻ വേണ്ടി കൂടെ ചെല്ലാന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ കൂടി നമുക്ക് കണ്ടുനോക്കാം. തീർച്ചയായിട്ടും. കാരണം ഇവരനുഭവിച്ച സെയിം വിഷമം 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ എൻ്റെ ഫാമിൽ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു ഒരു കിടാവ് നിലത്ത് വീണ് വയറ് വീർത്ത് അത് ചത്തു. എന്താ കാരണം മനസ്സിലാവുന്നില്ല. അടുപ്പിച്ച് ഞാൻ ഈ തുറന്നു വിട്ട് തീറ്റ തിന്നുന്നൊരു സമ്പ്രദായത്തിൽ വളർത്തുകയാണ്. 22 പശുക്കളാണ് രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ വീണ് ഇതേപോലെ വയറ് വീർത്ത്. അതിനല്ലേ ഉണ്ടായത്. വയറ് വീർത്ത് 4 കാലും മുകളിലേക്ക് ഒരു നാക്കിന്നൊരു നൊരയും വന്നില്ലേ, അതിൻ്റെ നാക്ക് കടിച്ചിട്ടാണ് ചാവുന്നത്. ഇത് പുല്ലിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിൽ നിന്ന് വരുന്ന ഒരു വിഷാംശമാണെന്ന് പറയുന്നു. എൻ്റെ വീട്ടിലങ്ങനെ വിഷമടിച്ചൊരു പുല്ല് ഇതുവരെ വളർത്തിയിട്ടില്ല. പക്ഷേ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള നമുക്കറിയില്ല. എറണാകുളത്തുള്ള ഡോക്ടേഴ്സൊക്കെ വന്നു, ഒരാഴ്ച എടുത്തു ഇതിൻ്റെ ബ്ലഡ് റിസൾട്ടൊക്കെ വരാൻ. അപ്പോഴും പറഞ്ഞത് വിഷാംശം എന്ന് പറഞ്ഞു എന്നല്ലാതെ അതിനൊരു പ്രതിവിധിയൊന്നും ഉണ്ടായില്ല. എന്തായാലും അതിൻ്റെ ഒരു നഷ്ടം, കാരണം എൻ്റെ വീട്ടിലെ ഓരോ പശുക്കളെയും ആരെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതല്ല, എല്ലാം ഞാനും എൻ്റെ ഭാര്യയും മക്കളും പോയി നോക്കി മേടിച്ചിട്ടുള്ളതാണ് തുടക്കകാലത്തെല്ലാം. അതുകൊണ്ട് തന്നെ ഇതിന് ഓരോന്നിനും പേരിട്ടിട്ടുള്ളത് എൻ്റെ മോളും മോനും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന എന്ന് പറഞ്ഞാൽ, മാത്രമല്ല ആ 22 പശുക്കളെയും JCB എടുത്ത് കുഴിച്ചു മൂടുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള സമയം അതായിരിക്കാം. അപ്പോൾ ഈ 2 മക്കളുടെ കാര്യം അതാണ്. ഇന്നലെ തൊട്ട് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ട്. അപ്പം തന്നെ എൻ്റെ ഒരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ചും നാളെ നടക്കുന്നുണ്ടായിരുന്നു, എബ്രഹാം മോസ്ലർ എന്ന് പറഞ്ഞ സിനിമയുടെ. അപ്പോൾ പെട്ടെന്ന് അത് ലോഞ്ച് ചെയ്യാനിരുന്നത് പൃഥ്വിരാജാണ്. ഞാൻ രാവിലെ തന്നെ പൃഥ്വിരാജിനെ വിളിച്ചു, നിർമ്മാതാവിനെ വിളിച്ചു, സംവിധായകനായിട്ടുള്ള മിഥുൻ മാനുവലിനെ വിളിച്ചു, ഓൺലൈൻ ചെയ്യായിരുന്ന മഹേഷ് ബാബുവിനെ വിളിച്ചു. എല്ലാവരും കൂടി വിളിച്ചപ്പോഴത്തേക്കും നാളെ ഈ ഫംഗ്ഷൻ നടത്താതിരുന്നാൽ, ഭക്ഷണം വേണ്ട വെച്ചാൽ, ഈ ഫംഗ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 ലക്ഷം രൂപ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഈ കുഞ്ഞുങ്ങൾക്കൊരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. എല്ലാം ക്ലിയർ ആവും നോക്കിക്കോളൂ. ഇവിടെ തന്നെ ഒരു 100 പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കി തരുന്നു നോക്കിക്കോ, ഉറപ്പായിട്ടും. ആഗ്രഹമില്ല അങ്ങനെ. ഇത് കുട്ടികളാണ്, ഈ 3 കുട്ടികളാണ് നോക്കി നടത്തുന്നതും. ഇത് കഴിഞ്ഞിട്ട് നീ കൂടെ വരികയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ കൃഷ്ണഗിരിക്ക് കൂടെ വരാം. ഞാൻ എപ്പോഴും പശുക്കൾ എടുക്കുന്ന അവിടെ നിന്നാണ്. കൃഷ്ണഗിരി പോയി കഴിഞ്ഞാൽ നല്ല HF തന്നെ ഏകദേശം ഇവിടെ നമുക്ക് HF ഒരു 70,000 രൂപ വരുന്ന സാധനം ഞാൻ നിനക്ക് അവിടെ നിന്ന് ഒരു 40 രൂപ 35 രൂപയ്ക്ക് മേടിച്ചു തരാം, ട്രാൻസ്പോർട്ടിങ് കാശും കുറച്ചിട്ട്. എനിക്ക് അറിയുന്ന ഒരുപാട് അവിടെ തമിഴ് ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഫുൾ HF എടുക്കണ്ട. ഫുൾ HF എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒന്ന് കാലാവസ്ഥയിൽ കുറച്ച് ഇതാവും. ഒരു മീഡിയമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 40 രൂപ 35 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പോയിട്ട് നമുക്കൊരു 10-15 കൊണ്ടുവരാം കേട്ടാ. കുട്ടികൾക്കുള്ള ഈ 5 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു 12 പശുവിനെ നമുക്ക് കൃഷ്ണഗിരിയിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി കൊണ്ട് ഇവിടെ കൊണ്ടിറക്കാൻ പറ്റും. അതായത് നല്ല 7 മാസം 6 മാസം ചെനയായ പശുക്കളെ ഞാൻ പറയും, അത് കൊണ്ടുവരാൻ പറ്റും. എല്ലാം നന്നാവട്ടെ. ഈ സംഭവിച്ചത് ഒരിക്കലും നികത്താൻ പറ്റാത്ത വിഷമങ്ങൾ തന്നെയാണെങ്കിലും അതിനേക്കാൾ ഉപരി ഇതിലും നന്നായിട്ട് വരും. ഓക്കെ.
നടൻ ജയറാം തൊടുപുഴയിലെ കുട്ടികളുടെ വീട്ടിലെത്തി അവർക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകുകയാണ്. അവർക്ക് തുടർന്നും മറ്റ് പശുക്കളെ വാങ്ങാനടക്കമുള്ള സഹായം ചെയ്യാം എന്ന് ജയറാം ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. അടുത്ത ദിവസം പുറത്തിറങ്ങാനിരിക്കുന്ന ജയറാമിൻ്റെ സിനിമ അല്ല, ജയറാം ചെന്ന് ജയറാം അവിടെ ചെന്ന് കാശ് കൊടുത്തു. പിന്നെ ജയറാമിനുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു. പിന്നെ ഇതേപോലെ തന്നെ പശുക്കൾ എടുക്കാൻ വേണ്ടി കൃഷ്ണഗിരി വരെ ജയറാം അടക്കം ചെല്ലാന്ന് പറഞ്ഞിട്ട് ജയറാം 5 ലക്ഷം രൂപ കൊടുത്തു. അതിന് അവിടെ നിന്ന് അതുപോലെ കൃഷ്ണഗിരിയിൽ നിന്ന് 12 പശുവിനെ കിട്ടുമെന്ന് പറയേണ്ടത്. പിന്നെ മമ്മൂക്ക ഈ വാർത്ത അറിഞ്ഞ് മമ്മൂക്കയും ഇതേ ട്രെയിലർ ലോഞ്ചിന് ചെല്ലാൻ നീന്താണ്. അപ്പോൾ അദ്ദേഹം 1 ലക്ഷം രൂപ അത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പൃഥ്വിരാജ് ചെല്ലാൻ നീന്താണ്. പൃഥ്വിരാജാണ് ട്രെയിലർ ലോഞ്ച് വേണ്ടി നിന്നത് പൃഥ്വിരാജായിരുന്നു. ആ പൃഥ്വിരാജ് 2 ലക്ഷം രൂപയോളം പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇങ്ങനെ സിനിമാ ലോകത്ത് നിന്നിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സഹായങ്ങൾ കിട്ടി. പിന്നെ പഞ്ചായത്തിൻ്റെ ഇവിടെ നിന്നിട്ടും ഈ പശുക്കൾക്കുള്ള പുല്ലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുള്ള മെഷീൻ, പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ മിൽമേന്നും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് സഹായങ്ങളൊക്കെ ഈ കുട്ടികളെ തേടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായതിനേക്കാളും നല്ല രീതിയിൽ തന്നെ അവർ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകട്ടെ എന്നും പുതുവർഷ ദിനം അവർക്കൊരു നല്ല ദിവസമായി മാറട്ടെ എന്നും അല്ലെങ്കിൽ ഈ വർഷം അവരുടെ ഒരു വർഷമായി മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും ഈ ന്യൂസ് ഇവിടെ നിർത്തുന്നു. ഓക്കെ, ബൈ.